ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 52. ഹനോക്കിൻ്റേത് സ്വർഗാരോഹണമോ? അങ്ങനെയാണെങ്കിൽ ഹനോക്ക് സ്വർഗത്തിലേക്ക് പോയെങ്കിൽ ഈശോ മിശിഹായ് അല്ലല്ലോ ആദ്യമായിട്ട് സ്വർഗാരോഹണം ചെയ്ത ആൾ എന്ന് വരുമല്ലോ. അപ്പം എന്താണ് ഈ ഹനോക്കിൻ്റെ കഥ? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായമാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 9 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. എനോഷിന് 90 വയസ്സായപ്പോൾ കെയ്നാൻ എന്ന പുത്രൻ ഉണ്ടായി. കെയ്നാന്റെ ജനനത്തിന് ശേഷം എനോഷ് 815 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. എനോഷിന്റെ ജീവിതകാലം 905 വർഷമാണ്. അവനും മരിച്ചു. കെയ്നാന് 70 വയസ്സായപ്പോൾ മഹലലേൽ എന്നൊരു മകനുണ്ടായി. മഹലലേലിന്റെ ജനനത്തിന് ശേഷം കെയ്നാൻ 840 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. കെയ്നാന്റെ ആയുഷ്കാലം 910 വർഷമായിരുന്നു. അവനും മരിച്ചു. മഹലലേലിന് 65 വയസ്സായപ്പോൾ യാരദ് എന്ന മകനുണ്ടായി. യാരദന്റെ ജനനത്തിന് ശേഷം മഹലലേൽ 830 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. മഹലലേലിന്റെ ജീവിതകാലം 895 വർഷമാണ്. അവനും മരിച്ചു. യാരദന് 162 വയസ്സായപ്പോൾ ഹനോക്ക് എന്ന പുത്രനുണ്ടായി. ഹനോക്കിന്റെ ജനനത്തിന് ശേഷം യാരദ് 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. യാരദിന്റെ ജീവിതകാലം 962 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഹനോക്കിന് 65 വയസ്സായപ്പോൾ മെത്തുശലഹ് എന്ന മകനുണ്ടായി. മെത്തുശലഹിന്റെ ജനനത്തിന് ശേഷം ഹനോക്ക് 300 വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ഹനോക്കിന്റെ ജീവിതകാലം 365 വർഷമായിരുന്നു. ഹനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ പിന്നെ കണ്ടിട്ടില്ല. 180 വയസ്സായപ്പോൾ മെത്തുശലഹ് ലാമക്കിന്റെ പിതാവായി. ലാമക്കിന്റെ ജനനത്തിന് ശേഷം മെത്തുശലഹ് 782 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. മെത്തുശലഹിന്റെ ജീവിതകാലം 969 വർഷമായിരുന്നു. അവനും മരിച്ചു. ലാമക്കിന് 182 വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി. യാഹ്വേ ശപിച്ച ഈ ഭൂമിയിൽ നമ്മുടെ ജോലിയിലും നമ്മുടെ കൈകളുടെ അധ്വാനത്തിലും അവൻ നമുക്ക് ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. നോഹയുടെ ജനനത്തിന് ശേഷം ലാമക്ക് 595 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ലാമക്കിന്റെ ജീവിതകാലം 777 വർഷമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സായപ്പോൾ ഷേം, ഹാം, യാഫത്ത് എന്നീ പുത്രന്മാരുണ്ടായി. ഇതാണ് തിരുവചനം. വംശാവലിയാണ്. ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എന്താണ് ഇത്രയും 900 ചില്ലാനം വർഷം ജീവിച്ചു, 800 ചില്ലാനം വർഷം ജീവിച്ചു, 365 വർഷം ജീവിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ പൊരുളുകൾ എന്തൊക്കെ ആയിരിക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇപ്പം നമ്മളിതിലത്തെ ചില വാക്കുകളുടെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. പിന്നെ ഹനോക്കിനെ കുറിച്ചാണ് മെയിനായിട്ടും ഇതിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്. എനോഷ് ഒരു ആളുടെ പേരാണ്. എനോഷ് മനുഷ്യവംശം എന്നൊക്കെയാണ് അതിനർത്ഥം. എനോഷ് എന്ന് പറഞ്ഞാൽ. കെയ്നാൻ എന്ന് പറഞ്ഞാൽ കായീൻ. നമ്മൾ കായീനെ കുറിച്ച് കണ്ടതാണ്, ദീർഘമായിട്ട് കഴിഞ്ഞ ഈ 4-ാമത്തെ അധ്യായത്തിൽ കണ്ടതാണ്. പിന്നെ മഹലലേൽ ദൈവത്തിന് സ്തുതി. നമ്മൾ ഹല്ലേലൂയ, ഹുലാല അല്ലേ, ലാലേൽ, ഹലേൽ, മഹലേൽ. അപ്പോൾ ദൈവത്തിന് സ്തുതി എന്നാണ് അതിൻ്റെ അർത്ഥം. മഹലലേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതി. നമ്മൾ ഹല്ലേലൂയ, ഹുലാല എന്നൊക്കെ പറയുന്ന ആ വാക്ക് തന്നെയാണിത്. സെപ്തജിന്തിൽ മലാലേൽ എന്നാണ്. മലാലേൽ. പിന്നെ ഒരു പേരാണ് യാരദ് നമുക്ക് പരിചയമുള്ള വാക്കാണ്. യോർദാൻ വരുന്നത് യാരദിൽ നിന്നാണ്. താഴോട്ട് ഇറങ്ങുക, താഴോട്ട് ഒഴുകുക, താഴോട്ട് പോവുക എന്നൊക്കെയാണ് യാരദ് എന്ന വാക്കിനർത്ഥം. താഴോട്ട് നടക്കുക. അപ്പോൾ യാരദ് എന്ന് പറഞ്ഞാൽ താഴോട്ട് എന്നാണ് അർത്ഥം. പിന്നെ ഒരു വാക്കാണ് ഹനോക്ക്. ഗ്രീക്കിൽ ഹെനോക്ക് എന്നാണ്. ഇംഗ്ലീഷിൽ ഏനോക്ക് എന്നാണ് എഴുതണേ. ആദാമിൽ നിന്ന് 7-ാം തലമുറയിലാണ് ഹനോക്ക്. യാരദിന്റെ മകനും മെത്തുശലാഹിന്റെ അപ്പനും നോഹയുടെ മുത്തച്ഛനുമാണ് ഈ ഹനോക്ക്. കായീന്റെ മകനായ ഒരു ഹനോക്കുണ്ട്. ആ ഹനോക്കല്ല ഇത്. അതേക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. രണ്ട് വഴികളുണ്ട്. ആദാമിൽ നിന്ന് കായീന്റെ വഴിയുണ്ട്, പിന്നെ സേത്തിന്റെ വഴിയുണ്ട്. രണ്ടിലും ചില പേരുകളൊക്കെ സാമ്യമുണ്ടെങ്കിലും അത് ഒരേ ആളുകളല്ല എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഹനോക്ക് എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് ഹേൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹന്നാൻ വെള്ളം എന്നൊക്കെ പറയില്ലേ, ഹന്നാൻ, യോഹന്നാൻ. ഹേൻ എന്ന് പറഞ്ഞാൽ കൃപ. യോഹന്നാൻ
യാഹ്വേ ഹന്നാൻ. യാഹ്വേ കൃപയുള്ളവനാണ്, യാഹ്വേ കാരുണ്യമുള്ളവനാണ്. അപ്പോൾ ഹേൻ എന്ന വാക്കിൽ നിന്നാണ് ഹനോക്ക് ഉണ്ടാകുന്നത് എന്നാണ് ഒരു അഭിപ്രായം. വേറൊരു അഭിപ്രായം പറയുന്നത് തുടങ്ങി വയ്ക്കുക, സമർപ്പിക്കുക തുടങ്ങിയ അർത്ഥമുള്ള ഹനാക്ക് എന്ന വാക്കുണ്ട്, ഹനാക്ക്, അതിൽ നിന്ന് ഈ നാമം ഉത്ഭവിക്കുന്നു എന്നാണ് മറ്റൊരു അഭിപ്രായം. തുടങ്ങി വയ്ക്കുക, സമർപ്പിക്കുക. അദ്ദേഹം നീതിയിൽ ജീവിച്ചു, ദൈവത്തോടൊപ്പം നടന്നു, എടുക്കപ്പെട്ടു, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം നീതിയിൽ ജീവിച്ചു, ദൈവത്തോടൊപ്പം നടന്നു, എടുക്കപ്പെട്ടു. ഹെബ്രായ ലേഖനം 11:5 അത് പറയുന്നുണ്ട്. അതായത് ഹനോക്ക് മരിച്ചില്ല, ജീവിച്ചിരിക്കുന്നു എന്നാണ് ധ്വനി. അതിൻ്റെ അർത്ഥം അതാണ്. പക്ഷെ അത് എവിടെ എന്ന് വേദത്താളുകൾ വെളിപ്പെടുത്തിയിട്ടില്ല. എവിടെയാണ് ജീവിച്ചിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ പ്രഭാഷകൻ 44:16 പശ്ചാത്താപത്തിൻ്റെ മാതൃകയായിരുന്നു ഹനോക്ക് എന്ന് പറയുന്നുണ്ട്. പശ്ചാത്താപത്തിൻ്റെ മാതൃകയാണ്. യൂദായുടെ ലേഖനം, യൂദാസ്ലീഹയുടെ പുതിയ നിയമത്തിൽ 14-15 വാക്യങ്ങളിൽ ക്രാന്തദർശിയായ പ്രവാചകനായിരുന്നു ഹനോക്ക് എന്ന് പറയുന്നുണ്ട്. ക്രാന്തദർശിയായ പ്രവാചകൻ. അപ്പോൾ പലതരത്തിൽ ഹനോക്കിനെ അവതരിപ്പിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ. പല അപ്രാമാണ്യ ഗ്രന്ഥങ്ങളും ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. 1 ഹനോക്ക്, 2 ഹനോക്ക്. കത്തോലിക്ക സഭയുടെ മതബോധനം 2569 അത് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ആയുഷ്കാലം നോക്കിയാൽ സൂര്യപഞ്ചാംഗത്തിലെ ഒരു സംവത്സരങ്ങളുടെ എണ്ണം, ഒരു സംവത്സരം എത്രയാ? 365 ദിവസങ്ങൾ. 365 വർഷം സംവത്സരമാണ് ഹനോക്ക് ജീവിച്ചത്. പൂർണ്ണതയുള്ള ആയുസ്. ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളൊക്കെ പറയും 1000 പൂർണ്ണ ചന്ദ്രന്മാരെ കണ്ടു എന്നൊക്കെ പറയും. അല്ല, അങ്ങനെ പറയുന്നത് ഒരു പൂർണ്ണ ആയുസ് ഉണ്ടായി എന്ന അർത്ഥത്തിലാണ്. ഇത് 365 വർഷങ്ങളാണ് ഹനോക്ക് ജീവിച്ചിരുന്നത്. ഒരു സൂര്യപഞ്ചാംഗത്തിലെ ഒരു സംവത്സരം 365 ദിവസം. അത് കണക്കാക്കിയിട്ടാണ് ആ അർത്ഥത്തിലാണ് പൂർണ്ണതയുള്ള ആയുസ് ജീവിച്ച ഒരു മനുഷ്യൻ. നോഹയെപ്പോലെ ദൈവത്തോടൊപ്പം നടന്ന ഹനോക്ക്, ഉൽപ്പത്തി 6:9, ഏലിയായെ പോലെ എടുക്കപ്പെട്ടു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് സൂചന. 2 രാജാക്കന്മാർ 2:11. വിശ്വാസത്തിൻ്റെ മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച അവൻ മരണത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു എന്നാണ് അതിൻ്റെ സൂചന. നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ദൈവം അവനെ എടുത്തു എന്നേ ഹനോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യം ഓർക്കണം. സ്വർഗത്തിലേക്ക് എടുത്തുവെന്നോ സ്വർഗാരോഹണം ചെയ്തുവെന്നോ പറഞ്ഞിട്ടില്ല. ദൈവം അവനെ എടുത്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് മരണമാണോ മരിക്കാണ്ടാണോ ഒന്നും പറഞ്ഞിട്ടില്ല. സ്വർഗത്തിലേക്ക് എടുത്തുവെന്നോ സ്വർഗാരോഹണം ചെയ്തെന്നും അവിടെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് യേശുവിൻ്റെ സ്വർഗാരോഹണവും ഹനോക്കിൻ്റെതും തുലനം ചെയ്യാൻ കഴിയില്ല. ഇതേക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ വിശദമായി ചെയ്തിരുന്നു. ഏലിയായുടേതും ഹനോക്കിൻ്റെതും യേശുവിൻ്റെതും ഒരേപോലെയുള്ള സ്വർഗാരോഹണമാണോ എന്ന ആ തമ്പനയിലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ വിശദാംശങ്ങൾ നിങ്ങളവിടെ കാണുക. പിന്നെ നമ്മൾ കാണുന്ന 2 പേരുകൾ, ഒന്ന് മെത്തുശായേൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 4:18 കണ്ടിരുന്നു. ഇതിന് മുമ്പത്തെ അധ്യായം കണ്ടിരുന്നു. 4:18 ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നാണ് അതിനർത്ഥം, ദൈവത്തിൻ്റെ മനുഷ്യൻ. പിന്നെ ലാമക്ക് എന്ന വാക്കിനർത്ഥം ശക്തൻ. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ് നോഹ. സാന്ത്വനമേകുന്നവൻ, ആശ്വാസം കൊണ്ടുവരുന്നവൻ എന്നൊക്കെയാണ് ഈ നോഹ എന്ന വാക്കിനർത്ഥം. അതിൻ്റെ ധാതു നാഹം എന്നാണ്, നാഹം എന്നാണ്. ഈ നാഹും എന്നൊരു പ്രവാചകനുണ്ട് നമുക്ക്, നാഹും. അതൊക്കെ ഇതിൽ നിന്ന് വരുന്നതാണ്. കാർഷിക വൃത്തിയിലുള്ള അദ്ദേഹത്തിൻ്റെ നൈപുണ്യം ഭൂമിയുടെ മേലുള്ള ദൈവശാപത്തിൽ നിന്ന് മനുഷ്യന് സാന്ത്വനം നൽകാൻ പര്യാപ്തമാണെന്നാണ് ആദ്യത്തെ പൊരുൾ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ നോഹയെക്കുറിച്ചുള്ള ജലപ്രളയ കഥ വരുമ്പോൾ കൂടുതൽ ചിന്തിക്കാം. അപ്പോൾ ദൈവം ആദാം പാപം ചെയ്തു, ഹവ്വ പാപം ചെയ്തപ്പോൾ ദൈവം ഭൂമിയെ ശപിച്ചിരുന്നു. അങ്ങനെ ഭൂമിയെ ശപിച്ചു കഴിഞ്ഞപ്പോൾ കാർഷിക വൃത്തി വലിയ കഷ്ടമുള്ളതായി മാറി. അപ്പോൾ ഈ കാർഷിക വൃത്തിയിലുള്ള നോഹയുടെ നൈപുണ്യം മൂലം ദൈവത്തിൻ്റെ ശാപം, ഭൂമിയുടെ മേലെ ദൈവത്തിൻ്റെ ശാപം, അതിൽ നിന്ന് ഒരു ആശ്വാസം, മനുഷ്യ സാന്ത്വനം കിട്ടാൻ ഇടയായി എന്ന അർത്ഥത്തിലാണ് നോഹ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നീതിമാനായ നോഹയിലൂടെ ഈ ഭൂമിയുടെ മേലുള്ള ശാപം ദൈവം അത് കുറച്ചു കൊണ്ടുവന്നു. ആ ശാപത്തിൻ്റെ കാഠിന്യം, തീവ്രത കുറച്ചു കൊണ്ടുവന്നു. മനുഷ്യർക്ക് സാന്ത്വനം കിട്ടി, ആശ്വാസം കിട്ടി എന്നീ അർത്ഥങ്ങളിലാണ് അത് ഈ നോഹ എന്ന വാക്ക് അദ്ദേഹത്തിന് ചേരുന്നത്. ഹെബ്രായ ലേഖനം 11:7 നോഹയെക്കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ മനുഷ്യൻ്റെ കഥ പറയുമ്പോൾ നോഹയെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പിന്നെ പറയാം. നമ്മൾ ചെറിയ 2 പ്രധാനപ്പെട്ട, ഒന്ന് ഈ പേരുകൾ തന്നെ
അന്ന് പേരിടുന്നത് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയാണ് അവർക്ക് പേരിടുന്നത്. ഇപ്പം യേശു അങ്ങനെ ചില പേര് മാറ്റുന്നുണ്ട്. അബ്രാഹത്തിൻ്റെ പേര് അബ്രാം എന്ന പേര് മാറ്റി അബ്രാഹം ആക്കുന്നുണ്ട്. സാറായി എന്നുള്ളത് സാറ എന്നാക്കുന്നുണ്ട്. ഷെമിയോൻ എന്നുള്ളത് പത്രോസ് എന്നാക്കുന്നുണ്ട്. അങ്ങനെ പല പേരുകളും ഇല്ലേ, കർത്താവ് തന്നെ പേര് മാറ്റിയിട്ടുണ്ട് 3 പേരുടെ. അപ്പോൾ അങ്ങനെയുള്ള ആ പേരുമാറ്റം എന്ന് പറയുന്നത് പെരുമാറ്റത്തിന് കൂടി ബാധിക്കുന്നതാണ്. ഈ പേരുകളൊക്കെ നല്ല നല്ല രസകരമായ പേരുകളുണ്ട് ഈ പഴയ നിയമത്തിൽ. ഇപ്പം നമ്മൾ മലാല എന്ന് പറഞ്ഞിട്ട് നോബൽ സമ്മാനം കിട്ടിയ ആ കുട്ടിയുടെ പേര് മലാലേൽ എന്നാണ്. ഈ മഹലാലേൽ എന്ന വാക്കിന് സെപ്തഞ്ചന്തിൽ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് മലാലേൽ എന്നാണ്. അപ്പോൾ ആ വാക്കുകൾ അത് മുഴുവൻ അത് അറബി വാക്കാണ് എന്ന് മാത്രം വിചാരിക്കരുത്. ഹീബ്രു വാക്കുകളും അങ്ങനെയുണ്ട്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഹനോക്ക് എന്ന് പറഞ്ഞ ആള് ഒന്ന് കൃപയുടെ മനുഷ്യൻ, നീതിയിൽ ജീവിച്ചു, ദൈവത്തോടൊപ്പം നടന്നു, അതുകൊണ്ട് ദൈവം അവനെ എടുത്തു. അതേപോലെ ഈ ഹനോക്കിനെ പോലെ നമ്മളെല്ലാവരും ജീവിക്കണം. അപ്പോൾ നമ്മുടെ ആയുസ് അത് എത്ര ചെറുതോ വലുതോ ആകട്ടെ പൂർണ്ണതയുള്ള ആയുസ്സായിട്ട് കണക്കാക്കപ്പെടുമെന്നുള്ളതാണ്. മാത്രമല്ല അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന് വിധേയമായില്ല എന്നൊരു സൂചനയുണ്ട്. മരിച്ചിട്ടുണ്ടാകാം, പക്ഷേ എങ്കിലും ദൈവത്തോടൊപ്പം ജീവിച്ചിരിക്കുന്നു. അതായത് മരിച്ചവരൊക്കെ തന്നെ നിദ്രയിലാണ്, ലോകാവസാനം നിദ്രയിലാണ് എന്നൊന്നും അല്ല ബൈബിൾ പഠിപ്പിക്കുന്നതെന്നാണ് അർത്ഥം. മനസ്സിലായോ? ഈ നമ്മുടെ സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകളുണ്ടല്ലോ, പെന്തക്കോസ്തുകാരും ദൈവസഭക്കാരും ഒക്കെ, അവർ ഈ വിശുദ്ധരൊക്കെ മരിച്ചു നിദ്രയിലാണ്, തനത് വിധിയില്ല, അന്ത്യവിധി മാത്രമേ ഉള്ളൂ, പൊതുവിധി മാത്രമേ ഉള്ളൂ, അതുവരെ ഒരു നിദ്രയിലാണ്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ഈ ഹനോക്കിൻ്റെ കഥ. പിന്നെ നോഹ, ദൈവത്തിൻ്റെ ശാപം പോലും എടുത്തു മാറ്റാൻ തക്ക വിധം ഈ നോഹ എന്ന മനുഷ്യൻ അവൻ്റെ കാർഷിക വൃത്തിയിൽ നൈപുണ്യവും പിന്നെ ദൈവത്തോടൊപ്പം നടന്നവനാണ്. അപ്പോൾ ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ ദൈവം തന്നെ ശപിച്ച ശാപത്തിൻ്റെ തീവ്രത കുറയുന്നു. ഈ ഭൂമിയെ ശപിച്ച ദൈവം ആ ശാപത്തിൻ്റെ തീവ്രത കുറച്ചു കൊണ്ടുവരുന്നു നീതിമാനായ നോഹയെ കണ്ടപ്പോൾ. അതുകൊണ്ട് മനുഷ്യർ ആശ്വാസം കണ്ടെത്തി. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാകട്ടെ. ദൈവത്തിൻ്റെ ശാപത്തിൻ്റെ ആ തീവ്രതയുടെ വിധിയുടെ കാഠിന്യം കുറയ്ക്കാനും മനുഷ്യർക്ക് ആശ്വാസം കണ്ടെത്താനും നമ്മുടെ ജീവിതവും ദൈവത്തോടൊപ്പമുള്ള നമ്മുടെ നടപ്പും പെരുമാറ്റവും ഒക്കെ അങ്ങനെ ആയി തീരട്ടെ. അങ്ങനെ നമ്മളും മരിക്കുമ്പോൾ ദൈവം എടുക്കട്ടെ. നമ്മളും മരിച്ചതിന് ശേഷം ജീവിച്ചിരിക്കുന്ന തരത്തിൽ അത്രയും വിശുദ്ധരായി ദൈവത്തോടൊപ്പം നടക്കുന്ന വിശുദ്ധരായി നീതിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.